Rana sir all participated in our discussion. Thank you very much. Now we are passing to our Malayalam session. Now the time is for Malayalam session. I invite Dr. Mariama John to continue the process. Thank you. Thank you all. നന്ദി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1846 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ്, കേരള. 43 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ, രോഗനിർണയത്തിൽ അഗ്രഗണ്യൻ. ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജെയിംസ് പോൾ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സാർ. എനിക്ക് മുമ്പേ പറഞ്ഞ ഫോക്കൽറ്റി പറഞ്ഞത് ഞാനൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കാരണം സബ്ജക്ട് നോളജ് അത് തിയറി ആണെങ്കിലും അതിൻ്റെ സയന്റിഫിക് സൈഡ് ആണെങ്കിലും ശരി, മെട്രിയോമെഡിക്ക ആൻഡ് നമ്മൾ ഫിലോസഫി, ഇതിൽ നമ്മൾ എത്രമാത്രം ഡീപ്പായിട്ട് പോകാൻ സാധിക്കുമോ അത്രയും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സബ്ജക്ട് നോളജ് അതില്ലാതെ പ്രത്യേകിച്ച് ഈ കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പേഷ്യൻസ് തന്നെ അവരുടെ രോഗത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്താണ് ഡോക്ടറെ അടുത്ത് വരുന്നത്. അത് അങ്ങനെയല്ലേ ഡോക്ടറെ, ഇതിങ്ങനെയല്ലേ ഡോക്ടറെ എന്നാണ് പേഷ്യൻസ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം അത് ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് ആൻസർ പറയണം, നമുക്ക് തന്നെ ചികിത്സിക്കാനും ഒരാത്മവിശ്വാസം ഉണ്ടാകാനായിട്ട് സബ്ജക്ട് നോളജ് വളരെ അത്യാവശ്യം. പ്രത്യേകിച്ച് ഇന്ന് ഓട്ടോഇമ്യൂൺ ഡിസീസ് വളരെ കൂടിക്കൊണ്ടിരിക്കും, വളരെയധികം കൂടുതൽ. അപ്പം അത് ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് ഹോമിയോപ്പതിക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അതിനൊരു മരുന്നില്ല എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. അലോപ്പതിക്കാർക്ക് മരുന്നില്ല, ഇങ്ങനെ കൊണ്ടും കൊടുത്തും ലാസ്റ്റ് വരെ അങ്ങ് പോകാം. അതിൽ പല ഡിസീസും ഫറ്റലാണ്. അതല്ലാത്തത് നമുക്ക് മരിക്കുന്നവരെ കൊണ്ടും കൊടുത്തും പോകാന്നുള്ളതല്ലാതെ ഒരു ശാശ്വത പരിഹാരം ഇല്ല എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ്റെ അഭിപ്രായം, നിഗമനവും. അതനുസരിച്ചാണ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ പോക്ക്. പക്ഷേ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം രോഗങ്ങൾ പെർമനന്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്തെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഡിഫിക്കൽട്ട് കേസസ്, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസ്, ക്യാൻസർ, അതുപോലെ മറ്റ് ഡിഫിക്കൽട്ട് കേസസ് എല്ലാം നമ്മൾ ചികിത്സിക്കുമ്പോൾ ഈ രോഗിയെ ഏതെല്ലാം അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട് ആ രോഗം, അപ്പം ഈ രോഗി അനുഭവിക്കുന്ന കെടുതികൾ ഏതെല്ലാം, അപ്പം അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തണമെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി കാണുമെങ്കിൽ ഈ ഓട്ടോഇമ്യൂൺ സിസ്റ്റം നമ്മൾ തറവായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനും അത് ഈ ഫ്ലോറിൽ അവതരിപ്പിക്കാനും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഏലം ക്ലാസ് തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഒന്ന് ഡിഫൻസ്, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഡിഫൻസ് ആണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, മറ്റ് ഏതെങ്കിലും എഫ്ലൂവ, അതല്ലെങ്കിൽ ആന്റിജൻസ്, അതിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. അതുകൂടാതെ മറ്റ് അനവധി ദൗത്യങ്ങളുണ്ട് ഇതിന് അനുബന്ധമായിട്ട്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഡിഫൻസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്റേണൽ ഇക്കണോമി, അത്
നന്നായിട്ട് നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ട് കൊണ്ടുപോകാനും ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ബോഡിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കോമ്പോണൻസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിംഫാറ്റിക് സിസ്റ്റമാണ്. നമുക്കറിയാം ലിംഫ് ഫ്ലൂയിഡ് ഉണ്ട്, ലിംഫ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ലിംഫ് അല്ലെങ്കിൽ ലിംഫ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഫ്ലൂയിഡിനെയാണ്. അപ്പൊ ഈ ഫ്ലൂയിഡിന്റെ ദൗത്യം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബോഡി ഫ്ലൂയിഡിന്റെ ബാലൻസ് നിലനിർത്തുക. ആ ബാലൻസ് നിലനിർത്തിയെങ്കിൽ മാത്രമേ മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും ബാലൻസ്ഡ് ആയിട്ട് പോകുകയുള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതാണ്. പിന്നെ ഈ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ് ആണ് ലിംഫ് ഫ്ലൂയിഡ്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ സെല്ലുലാർ മെറ്റാബോളിസത്തിൽ സംഭവിക്കുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സെൽ ഡെബ്രീസ്, അത് സെൽ ഇങ്ങനെ നശിച്ചു പോകാം. ആ നശിച്ചു പോകുന്ന ആ സെൽ ഡെബ്രീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതും ന്യൂട്രീഷൻസ് ഓരോ സെല്ലുകളിൽ എത്തിക്കുന്നതിനും ഓക്സിജൻ എത്തിക്കുന്നതിനും എല്ലാം ലിംഫ് ഫ്ലൂയിഡ് ആണ് മാധ്യമമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ സെല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിംഫ് ഫ്ലൂയിഡ്. അതുകൊണ്ട് തന്നെ ലിംഫാറ്റിക് സിസ്റ്റം. അടുത്ത് വരുന്നത് നോട്ട്സ് ആണ്, ലിംഫ് നോട്ട്സ്. ഏതാണ്ട് വയറിന്റെ ഒരു പി ഷേപ്ഡ് സ്മോൾ ഓർഗൻസ് ആണ്. അത് ബോഡിയുടെ എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുന്നത് അറൗണ്ട് നെക്ക് ആൻഡ് അണ്ടർആം അല്ലെങ്കിൽ ആക്സിലായിട്ട്, പിന്നെ മീഡിയസ്റ്റേനത്തിൽ കുറച്ചുണ്ട്. പിന്നെ അബ്ഡോമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈഡായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻഗ്വനൽ ഏരിയയിൽ ഈ ക്ലസ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് ഈ ലിംഫ് നോട്ട്സ് കാണാം. ഇപ്പൊ ലിംഫ് നോട്ട്സ് അതിന്റെ പ്രത്യേകത ഇത് ഓരോ സ്റ്റേഷൻസ് ആണ്, സബ് സ്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അവരവിടെ ചെയ്യുന്നത് ഈ ലിംഫ് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെൽ ഡെബ്രിസ്, അതുപോലെ തന്നെ ഡെത്ത് ആയത് ഡാമേജ് സംഭവിച്ച സെല്ലുകളെല്ലാം അവിടെ പിടിച്ചു വെക്കുകയും പിന്നെ മറ്റേതെങ്കിലും ഓർഗൻസ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള സെൽസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അങ്ങനെയുള്ള സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും അതിനെ വെക്കാനും ഫിൽട്ടർ ചെയ്തിട്ടുള്ള നല്ല ഫ്ലൂയിഡ് തിരിച്ചുവിടാനുമുള്ള സ്റ്റേഷൻസ് ആണ് ലിംഫ് നോട്ട്സ്. മാത്രമല്ല ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനും ഈ നോട്ട്സ് നിർവഹിക്കുന്നുണ്ട്. ദെൻ സ്പ്ലീൻ, ഈ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്പ്ലീൻ. ഏതാണ്ട് ഒരു നമ്മുടെ ഫിസ്റ്റിന്റെ അത്രയും വലിപ്പവും പർപ്പിൾ കളറുമുള്ള പ്രധാനപ്പെട്ട ഒരു ഓർഗൻ. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് സ്പ്ലീൻ. അത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അതിനെ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം അബ്ഡോമന്റെ ലെഫ്റ്റ് അപ്പർ അണ്ടർ ദ കവർ ഓഫ് റിബ്സ് അല്ലെങ്കിൽ ബോൺ, അതിന്റെ താഴെയാണ് ഇരിപ്പിടം. അപ്പം ഇതും ഒരു ക്രൂഷ്യൽ ഒരു പാർട്ടാണ് ഈ ഇമ്മ്യൂൺ മെക്കാനിസത്തിൽ സ്പ്ലീൻ ഉള്ളത്. ഒന്ന്, അവിടെ ഇദ്ദേഹവും അരിച്ചു പെറുക്കി എടുക്കുന്നുണ്ട്, അതായത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഡാമേജ് വന്നിട്ടുള്ള RBC, ഓൾഡ് ആയിട്ടുള്ള RBC, ഇതിനെയെല്ലാം ഫിൽട്ടർ ചെയ്ത് മാറ്റുകയും അതേപോലെ തന്നെ WBC ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്പ്ലീനിന്റെ പ്രത്യേകത. മറ്റൊന്ന്, ഇത് വലിയ ഓർഗൻ ആയതുകൊണ്ട് ഏതാണ്ട് ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ബ്ലഡിന്റെ ബാലൻസ് കീപ്പ് ചെയ്യുകയും അതേപോലെ തന്നെ ഈ ബ്ലഡ് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ പ്രധാന ദൗത്യം. ഇപ്പൊ ഏതെങ്കിലും കാരണത്താൽ ഈ സ്പ്ലെനക്ടമി അല്ലെങ്കിൽ സർജിക്കൽ റിമൂവൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ട്.
തീർച്ചയായിട്ടും പറ്റും. പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്കാവും. അതേപോലെ തന്നെ ഈ WBCയുടെ ഉൽപാദനവും കുറച്ച് കുറയും. ചില ഘടകങ്ങൾ ലിവർ ഏറ്റെടുക്കും ഈ സ്പ്ലീനിന്റെ. അങ്ങനെയാണ് ആ വ്യക്തിക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അതായത് സ്പ്ലീനിന്റെ അഭാവത്തിൽ നിലനിൽക്കാൻ പറ്റുന്നത് ഈ ഏതാണ്ടും ചില ജോലികൾ ലിവർ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിലനിൽപ്പില്ല. അടുത്തത് ബോൺ മാരോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് ബോൺ മാരോ. അപ്പം ബോൺ മാരോയുടെ ധർമ്മം എല്ലാ ടൈപ്പ് സെൽസുകളെയും ഉത്പാദിപ്പിക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബോൺ മാരോ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റെഡ് ബോൺ മാരോ, അത് ബ്ലഡ് സെൽസിനെ ഉത്പാദിപ്പിക്കുന്നു. അതേപോലെ തന്നെ ബി സെൽസ്, അതായത് ഇമ്മ്യൂൺ മെക്കാനിസത്തിലെ പടയാളികളായിട്ടുള്ള ബി സെൽസും ടി സെൽസും ഉത്പാദിപ്പിക്കപ്പെടുന്നത് ബോൺ മാരോയിലാണ്. അത് കൂടാതെ തന്നെ എല്ലാ ടൈപ്പ് സെല്ലുകളും ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്, ഇൻക്ലൂഡിങ് പ്ലേറ്റ്ലെറ്റ്സ്, ബോൺ മാരോയിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ സ്റ്റെം സെൽസ്, അതും ഉത്പാദിപ്പിക്കപ്പെടുന്നത് ബോൺ മാരോയിലാണ്. കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പം വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സംഭവമാണ് സ്റ്റെം സെൽ ഇംപ്ലാന്റേഷൻ. പല ഡിഫിക്കൽട്ട് കേസിലും അങ്ങനെ ഒരു ചികിത്സാ രീതി പരീക്ഷിക്കുന്നുണ്ട്. ചിലത് വിജയിക്കുന്നുണ്ട്. ഇതുപോലെ 100% വിജയമെന്ന് ആരും ക്ലെയിം ചെയ്തിട്ടില്ല. എങ്കിലും അതിനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈവൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസുകളിൽ, പ്രത്യേകിച്ച് സ്പൈനൽ ഇഞ്ചുറിയിലൊക്കെ ഇത് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു വിജയം കൈവരിച്ചതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പൊ സ്റ്റെം സെൽസ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ അതൊരു അൺസ്പെസിഫൈഡ് സെല്ലാണ്. പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല. പക്ഷെ അത് ഏത് തരത്തിലും മാറാൻ കഴിവുള്ള ഒരു സെല്ലാണ്. അതാണ് സ്റ്റെം സെല്ലിന്റെ പ്രത്യേകത. അതായത് പിൽക്കാലത്ത് അത് ബോണായിട്ടോ കാർട്ടിലേജ് ആയിട്ടോ മറ്റ് ഏതെങ്കിലും ടിഷ്യൂ ആയിട്ടോ അതിന് കൺവെർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല, സ്വയം അതിന് ഡിവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ നടത്തുവാനും ഈ സ്റ്റെം സെല്ലിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് സ്റ്റെം സെൽസ് ആണ്. മാലിഗ്നന്റ് ആയിട്ടുള്ള ട്യൂമേഴ്സിനെ വഷളാക്കുന്നത് ഈ സ്റ്റെം സെൽസ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലാണ് ഫാറ്റ് സെൽ. അതും ബോൺ മാരോയിൽ നിന്നാണ് ബോൺ മാരോയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ മെയിൻ ധർമ്മം എനർജി പ്രൊഡക്ഷനാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലയറാണ് ഇത്. അത് സംഭരിക്കുന്നത് TG രൂപത്തിലാണ്. അതായത് ട്രൈഗ്ലിസറൈഡ്സ് രൂപത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അഡിപ്പോസൈറ്റ്സ്, അതായത് ഫാറ്റ് സെൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വൈറ്റ് ഫാറ്റ് സെൽസ്, അത് എനർജി പ്രദാനം ചെയ്യുന്നു. ദെൻ ബ്രൗൺ ഫാറ്റ് സെൽസ്, അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സഹായിക്കുന്നു. ദെൻ തൈമസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനാണ് തൈമസ്. കാരണം ടി സെൽസ് ഏറ്റവും വലിയ പടയാളി, ശക്തനായ പടയാളി, ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ശക്തമായ പടയാളി ടി സെൽസ്, അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് തൈമസ് ഗ്ലാൻഡിൽ. അപ്പൊ അതിന്റെ റോ മെറ്റീരിയൽ, അതല്ലെങ്കിൽ പ്രീ ടി സെൽസ് വരുന്നത് ബോൺ മാരോയിൽ. അത് അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നതും മച്ചുറാക്കുന്നതും തൈമസിൽ വെച്ചാണ്. ഏതെങ്കിലും ഒരു ഭാഗം ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് ഇപ്പൊ തന്നെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അത്
ക്ലാരിഫൈ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാലും മതി ഇടയ്ക്ക്. ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിഫിക്കൽട്ട് കേസ് എടുക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് അത്യന്താവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചുള്ള അവബോധം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ന്യൂ കമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ഫ്ലോറിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറ് ബോൺമാരെ പറഞ്ഞപ്പോൾ 2 തരം ഉണ്ടെന്നും റെഡ് ബോൺമാരെ കുറിച്ചും സാർ പറഞ്ഞു. രണ്ടാമത്തത് ഏതാണ്? യെല്ലോ. അത് പറഞ്ഞില്ലായിരുന്നു. രണ്ടാമത്തെ യെല്ലോ ആണ്. അതും ബോൺമാരോ എന്ന് പറഞ്ഞാൽ സാധാരണ ലോങ് ബോണിലൊന്നും അല്ല ഇരിക്കുന്നത്. അത് പെൽവിസ് ബോൺസ്, റിബ്സ് ആൻഡ് സ്റ്റേണം, ഇതിനുള്ളിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിന്റെ അതുപോലെ ഫാറ്റ് സെൽസിന് രണ്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്രൗൺ. അല്ല, അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? യെല്ലോ മറ്റേ റെഡ് ബോൺമാരുടെ ബി സെല്ലും ടി സെല്ലും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ യെല്ലോ ബോൺമാരയിൽ എന്താണ്? ഇമ്മ്യൂൺ മെയിൻ ആണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കുക എന്നുള്ളതാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ പുൾ ഓൺ ചെയ്യുന്നത് യെല്ലോ. ഫാറ്റ് സെല്ല്, വൈറ്റ് ഫാറ്റ് സെല്ലും ബ്രൗൺ ഫാറ്റ് സെല്ലും. വൈറ്റ് എനർജി പ്രദാനം ചെയ്യും, ബ്രൗൺ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കും. തൈമസും അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. തൈമസ് ഏറ്റവും പ്രബലമായിരിക്കുന്നതും അതിന്റെ ഫുൾ സ്ട്രെങ്തിൽ ഇരിക്കുന്നത് ചൈൽഡ്ഹുഡിലാണ്. പ്യൂബർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെഡ്യൂസ് ചെയ്യുകയും അതിന്റെ സൈസ് ഫാറ്റ് സെൽസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. എങ്കിലും നമ്മുടെ ജീവിതാവസാനം വരെ അതിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിന്റെ സ്ഥാനം ബ്രസ്റ്റിന് പിറകിൽ ബോണിന്റെ ഉള്ളിലാണ്. അതായത് ചെസ്റ്റ് ബോൺ, റിബ്സിന്റെ ബാക്കിലാണ് ഇത് പരന്ന് ഇരിക്കുന്നത്. ബ്രസ്റ്റിന് പുറകില് ബ്രസ്റ്റിന്റെ പുറകിൽ, റിബ്സിന്റെ പുറകിലാണ്. ബ്രസ്റ്റിന് ബാക്കിലായിട്ട് ചെസ്റ്റ് ഗേജ് ഉണ്ടല്ലോ, അതിന്റെ പുറകിൽ. ഓക്കെ, അതിന്റെ ലൊക്കേഷൻ ആണ് ബിഹൈൻഡ് ബ്രസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. അത് ഇമ്മ്യൂൺ ലിംഫോസൈറ്റ്സ് എന്നാണ് പ്രീ ടി സെൽസിനെ അറിയപ്പെടുന്നത്. ഇമ്മ്യൂൺ ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ പ്രീ ടി സെൽസ്. ഇത് മൈഗ്രേറ്റ് ചെയ്യുന്ന ബോൺ മാരോ എന്നാണ്. ഈ തൈമസ് സെൽസിൽ വെച്ച് ഈ ടി സെൽസ് അണ്ടർഗോൺ ഫോർ ട്രെയിനിങ്. അതിന്റെ ഉദ്ദേശം ഐഡന്റിഫിക്കേഷൻ, ടാർഗറ്റ്, ഡിസ്ട്രോയ് ആൻഡ് എലിമിനേഷൻ. ആൻഡ് മെമ്മറി. ഇത്രയും കാര്യങ്ങൾക്കാണ് ഈ ടി സെൽസിന് ട്രെയിനിങ് കിട്ടുന്നത്. Then mucous membranes. Mucous membrane, a lining membrane all over the body എന്ന് പറയാം. Especially
which is exposed to air or atmosphere, respiratory tract, digestive tract, urinary tract, and genital tract. ഈ ലൈനിങ് മെമ്പറൈൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അറ്റ്മോസ്ഫിയറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ഭാഗങ്ങൾ അവിടെയെല്ലാം ഒരു മ്യൂക്കസ് സെക്രീഷൻ, സ്റ്റിക്കി സെക്രീഷൻസ് വിച്ച് പ്രിവെന്റ് ദ ഓർഗാനിസംസ്. അപ്പൊ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ബാക്കി ഫാഗോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ്, ബി സെൽസ്, ടി സെൽസ് ഇതെല്ലാം ഫ്രണ്ടിലേക്ക് വരികയും ഇതിനെ ഈ ഓർഗാനിസം ഇൻവേഡ് ചെയ്യുന്ന അല്ലെ ഇൻട്രൂഡേഴ്സിനെ നശിപ്പിക്കുകയും ചെയ്യും. Then tonsils. ആ ഗ്രൂപ്പിൽ നമുക്കറിയാം ത്രോട്ടിന്റെ ബെഹൈൻഡ് രണ്ട് സൈഡിലുമായിട്ടിരിക്കുന്ന സാധാ ടോൺസിൽ നമുക്കറിയാം. പിന്നൊന്നുള്ളത് ഫാരിഞ്ചൽ ടോൺസിലാണ്. അതായത് അഡിനോയിഡ്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ദെൻ ലിംഗ്വൽ ടോൺസിൽസ്, വായുടെ ഫ്ലോറിൽ ഉള്ളതാണ് ലിംഗ്വൽ ടോൺസിൽസ്. ദെൻ ട്യൂബൽ ടോൺസിൽസ്, അത് യൂസ്റ്റാറ്റിൻ ട്യൂബിന്റെ ബിഗിനിങ്ങിൽ ത്രോട്ടിൽ തന്നെ, ത്രോട്ടിനോട് അടുത്ത് യൂസ്റ്റാറ്റിൻ ട്യൂബിന്റെ എൻഡിൽ, അതായത് പ്രോക്സിമൽ എൻഡിൽ സ്ഥിതി ചെയ്യുന്നതാണ് ട്യൂബൽ ടോൺസിൽസ്. അതിന്റെ ഉദ്ദേശം മിഡിൽ ഇയറിലേക്ക് ത്രോട്ടിൽ നിന്ന് ഏതെങ്കിലും ബാക്ടീരിയ, ഫംഗസോ വൈറസോ അങ്ങോട്ട് കടക്കാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുക. അതാണ് ഈ ട്യൂബൽ ടോൺസിൽസിന്റെ ഉദ്ദേശം. അപ്പൊ ഈ ലൈനിങ് മെംബ്രെയിൻ അല്ലെങ്കിൽ ടോൺസിൽസ് ഇത് ത്രോട്ടിലും ഫ്ലോറിലും വായുടെ സബ്ലിംഗലായിട്ട് കിടക്കുന്നതും ഫാരിങ്സിൽ കിടക്കുന്നതും എല്ലാം ഇതിന്റെ ഉദ്ദേശം ഇത് വെറ്റാണ്. അപ്പം ഈ ഇതിലൂടെ കയറിപ്പോകുന്ന ഈ എഫ്ലൂവ അതല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, മറ്റ് ഏതെങ്കിലും ടോക്സിൻസ് ഇതിനെയെല്ലാം സ്റ്റിക്ക് ചെയ്ത് അവിടെ ക്യാപ്ചർ ചെയ്ത് നിർത്തുക. പിന്നെ ഇതിൽ തന്നെ ലൂക്കോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫാഗോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വന്ന് ഇതിനെ നശിപ്പിക്കും. അതാണ് ഉദ്ദേശം. അപ്പൊ ഡിഫെൻസീവ് മെക്കാനിസം അവിടെ തന്നെ നടക്കുന്നു. പിന്നെ ഈ ടോൺസിൽസിന്റെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രധാന ഉദ്ദേശം ഫ്ലോയെ സ്റ്റിക്ക് ചെയ്ത് നിർത്തുക. രണ്ടാമത് ലൂക്കോസൈറ്റ്സ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ഇതിൽ തന്നെ ലൂക്കോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ ഈ ടോൺസിൽസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഡിഫെൻസീവ് ഈ ലൂക്കോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡിലാണ്. ഇപ്പൊ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിന്റെ പ്രൊഡക്ഷൻ സ്ലോ ഡൗൺ ആകുന്നു. അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഈ ദൗത്യം അത് പുറകോട്ടടിക്കുകയാണ്, ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോൺസിലെക്ടമി എപ്പോഴും ഒരു 12 വയസ്സ് കഴിയട്ടെ, 14 വയസ്സ് കഴിയട്ടെ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളുടെ ടോൺസിൽസ് എടുത്തു കളയാനായിട്ട് ENT സർജൻസ് തയ്യാറാക്കാത്തതിന്റെ കാരണം അതാണ്. Then vermiform appendix ഒരു പരിധിവരെ അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കുന്നുണ്ട്. അതിന്റെ ദൗത്യം പരിപൂർണമായിട്ട് റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒരു പരിധിവരെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അമൈൻ
അത് നമ്മുടെ ഉറക്കത്തിന്റെ ടൈമും ഉണരുന്ന സമയവും ക്രമീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിട്ട ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ മെറ്റബോളിസത്തിനെ ഒരു പരിധിവരെ സഹായിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളെ, അതായത് അബ്ഡോമൽ ഫ്ലോറ ഓർ ഇൻറ്റസ്റ്റീനൽ ഫ്ലോറ നിലനിർത്തുന്നതിന് ഈ അപ്പൻഡിക്സ് സഹായിക്കുന്നുണ്ട്. അതിന് ലോഡ്ജിങ് കൊടുക്കുന്നത് അപ്പൻഡിക്സ് ആണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഈ ബാക്ടീരിയകളെ. കാരണം ഇപ്പോഴും മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ആന്റിബയോട്ടിക്സ് ആണ് അവർ സപ്ലൈ ചെയ്യുന്നത്. ഏത് ഈവൻ ജലദോഷമായിട്ട് ചെന്ന് കഴിഞ്ഞാലും ആന്റിബയോട്ടിക്സ് കൊടുക്കും. കാരണം അത് കുട്ടികളുടെ മാതാപിതാക്കൾക്കും ആൾക്കാർക്കും അത് ആവശ്യമാണ്. കാരണം 2 ദിവസം കൊണ്ട് അസുഖം മാറും. അപ്പം അവരുടെ ആവശ്യം കണക്കാക്കി ഡോക്ടേഴ്സ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കുറ്റം പറയാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫ്ലോറ നശിപ്പിക്കപ്പെടും. അപ്പൊ കുറെ എണ്ണത്തിന് അപ്പൻഡിക്സ് അതിന് ലോഡ്ജിങ് അല്ലെങ്കിൽ ഹൗസ് കൊടുക്കുന്നു. അതാണ് അപ്പൻഡിക്സിന്റെ പ്രധാന ദൗത്യം. അമ്മയിലെന്നല്ലേ സാർ പറഞ്ഞേ? അമൈൻ AM ഇല്ല, AMINE, അമൈൻ ഒരു ഹോർമോണാണ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞാല് ഒരു റീക്യാപിറ്റുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ദൗത്യം പ്രധാനപ്പെട്ടത് ഒന്ന്, ഡിഫൻസീവ് മെക്കാനിസം, ബാക്ടീരിയ, വൈറസ്, ക്യാൻസർ സെൽസ് എന്നിവരെ കണ്ടെത്തി, അതായത് ഐഡന്റിഫൈ ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, പിന്നെ ഡിസ്ട്രോയ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് പ്രധാന ദൗത്യം. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഇത്രയും ഓർഗൻസ് അത് അവരുടെ ദൗത്യങ്ങൾ ക്രമീകരിച്ച് ഏറ്റെടുത്ത് ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഇവിടെ നടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ ഈ നെറ്റ്വർക്കിന്റെ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നതാണ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പം പെട്ടെന്നൊരു തീരുമാനം എടുക്കുക, ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യുക, ക്വിക്കായിട്ട് ആക്ഷൻ നടത്തുക. ഐഡന്റിഫൈങ്, ടാർഗറ്റിംഗ്, ഡിസ്ട്രോയിങ് ആൻഡ് എലിമിനേഷൻ. ഇതാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ കീ ഫങ്ഷൻസ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കീ ഫങ്ഷൻസ് അത് വേണം നോട്ട് ചെയ്യാം. ഡിഫൻസ് അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻ, എലിമിനേറ്റ് ദി എഫ്ലൂവ. ചുരുക്കി പറയാൻ ഒന്നുകൂടെ പറയാം സാറേ. ഡിഫൻസ് അഗെയിൻസ്റ്റ് defense and elimination of faulty cells. Removal of toxins. അത് ന്യൂട്രലൈസ് ആൻഡ് ഡിസ്ട്രക്റ്റിംഗ് ഓർ ഡിസ്ഇൻറ്റഗ്രേറ്റിംഗ്. അങ്ങനെയാണ് ടോക്സിനെ നശിപ്പിക്കുന്നത്. wound healing, repair of damaged tissue and organ. Remember past encounter with a specific pathogen and allow a quick, effective response.
മെമ്മറിയാണ് ഇവിടെ പ്രശ്നം. റിമെമ്പർ, അതായത് മെമ്മറി. സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, അതുപോലെ ടൈഫോയിഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് രണ്ടാമത് വരാതിരിക്കുന്നത് ഈ മെമ്മറി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകതരം ടൈഫോയിഡിന്റെ ഒരു ബാക്ടീരിയ കയറുന്നു, മറ്റേതിന്റെ വൈറസ്, സ്മോൾ പോക്സിന്റെ ചിക്കൻ പോക്സിന്റെ വൈറസ് ആണ് ഏതെങ്കിലും നോസിലോ ത്രോട്ടിലോ ഏതെങ്കിലും ഓർഫീസിലൂടെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ റിയാക്ഷൻ, അതായത് റെസ്പോൺസ്, ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് വരാത്തത്. അത് മെമ്മറിയിൽ സൂക്ഷിക്കുന്നതുണ്ട്. അതാണ് മെമ്മറി എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് പെർഫോം ചെയ്യുന്നത് ഒന്ന് റെക്കഗ്നീഷൻ, റെസ്പോൺസ്, അറ്റാക്ക് ആൻഡ് എലിമിനേറ്റ്, മെമ്മറി. ഓക്കെ. പിന്നെ ഇത് നടത്തപ്പെടുന്നതിന്റെ മെത്തേഡ് ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. Innate immune system, and this is the first line of defense. It include physical barriers. നേരത്തെ പറഞ്ഞു ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ്മോസ്ഫിയർ ആയിട്ട് എക്സ്പോഷർ ഉള്ള സ്ഥലങ്ങളിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുക, അതിനെ തടഞ്ഞു നിർത്തുക, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ലൈൻ. ദെൻ ബാരിയേഴ്സ് ഉണ്ടാക്കുക. ബാരിയേഴ്സ് ഉദ്ദേശിക്കുന്നത് ഒരു വേലിക്കെട്ട് അല്ലെങ്കിൽ അതിർവരമ്പ്. അവിടെ പങ്കെടുക്കുന്നത് സ്കിൻ മെംബ്രെയിൻ, മ്യൂക്കസ് മെംബ്രെയിൻസ് എല്ലാമാണ്. കോമൺ ആയിട്ട് വരുന്ന ഇൻവേഡേഴ്സിനെയൊക്കെ ഫസ്റ്റ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാഗോസൈറ്റ്സ് ആണ്. ലുക്കോസൈറ്റ്സിൽ തന്നെ ഒരു വിഭാഗമാണ് ഫാഗോസൈറ്റ്സ്. അതിനെ വിഴുങ്ങുക, അതാണ് ഫസ്റ്റ് ലൈൻ ഡിഫൻസ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നീട് ഹോർമോൺസ് പ്രവഹിപ്പിക്കുന്നു. അതായത് ഒരു ഇന്റർഫെറോൺ പോലുള്ള ഒരു ഹോർമോൺസിനെ പ്രവഹിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വൈറൽ ലോഡ് അല്ലെങ്കിൽ അതിന്റെ സ്പ്രെഡ് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഈ HIV-യിലെയൊക്കെ വൈറൽ ലോഡ് ക്രമീകരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ശരീരം എന്ന് ഉദ്ദേശിക്കുന്നു. കാരണം അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് CD കൗണ്ട് നോക്കുന്നതെല്ലാം ഈ വൈറൽ ലോഡിന്റെ അളവാണല്ലോ. അപ്പൊ അത് ലോഡ് കൂടാതെ നോക്കുന്നത് ഇങ്ങനെയുള്ള ഹോർമോൺസ് ആയിരിക്കും. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് പറഞ്ഞത്. അടുത്തത് സെക്കൻഡ് ആണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ദിസ് സിസ്റ്റം ഈസ് മോർ സ്പെസിഫിക്കലി ആൻഡ് ഡെവലപ്ഡ്, സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഡെവലപ്ഡ്. It includes lymphocytes, B cells, and T cells. T cells which target specific antigens. B cells which produce antibodies that neutralize or deactivate pathogens. T cells which destroy infecting cells, or it is known as cytotoxic T cells.
and also which coordinate immune response. നേരത്തെ പറഞ്ഞ പോലെ തന്നെ which create memory. Which create memory cells. നേരത്തെ നമ്മൾ പറഞ്ഞു ടി സെൽസിന് തൈമസിൽ വെച്ചാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ടാർഗറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടുന്നത് തൈമസിൽ വെച്ചാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ടതാണ് മെമ്മറി. Then immune effector mechanism. Immune effector mechanism. Afferent side that recognize the organism or invaders or intruders. Efferent side which effect or action. These dual functions performed by macrophages and lymphocytes and plasma cells. Which originating in the lymphoid tissues of bone marrow, thymus, lymph nodes, spleen, gut, tonsils, and Peyer's patches. ഇവിടങ്ങളിലെല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. Then plasma proteins. Consists of albumin and globulin. That is plasma protein. Different type of plasma proteins have elicited and identified it is recognized by electrophoresis and immune electrophoresis and chromatography. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അത് സാധിക്കും. Plasma protein which perform vital functions including maintenance of osmotic pressure of blood. Maintenance of osmotic pressure of blood. കാപ്പിലറീസ് എല്ലാം പലപ്പോഴും സപ്ലൈ നടക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ കൊണ്ടാണ്, പ്രത്യേകിച്ച് അപ്പർ ബോഡി. Transportation of hormones, lipids, and vitamins, and facilitate blood clotting.
and immune response. The main types are albumin and globulin. Albumin concerned with osmotic pressure and transportation. Globulin, immunity, transportation, and blood clotting. That is bilirubinogen convert into bilirubin. ട്രാൻസ്പോർട്ടേഷനും ഒന്നുകൂടെ പറഞ്ഞ ഏതാ സാർ? ഗ്ലോബലിന്റെ ഒന്നുകൂടെ പറയാമോ? Immunity and transportation and clotting, blood clotting. Other functions: waste transport, heat distribution, and regulation of body temperature. എനിക്ക് ഈ അടുത്തൊരു കേസ് വന്നിരുന്ന ഈ ബോഡി ടെമ്പറേച്ചറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴോട്ട് ഈ ഒരു ആർട്ടിക് കോൾഡ് എന്ന് വേണേൽ പറയും, അല്ലെങ്കിൽ കഡവറസ് ആയിട്ടുള്ള ഒരാളുടെ കാലിൽ തൊടുന്ന പോലെ ഇരിക്കും. അത്രയും തണുപ്പ്. അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും കാല് മരക്കൊള്ളി പോലെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അയാള് പല ചികിത്സകളും കഴിഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഏതായാലും ഹോമിയോ മെഡിസിൻ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് ആ കേസ് ഞാൻ ഏറ്റെടുത്തു. കിട്ടിയത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കിട്ടിയത് കൽക്കരിയ കാർബാണ്. അതിന് മറ്റൊരു സിംറ്റം കൂടി ഉണ്ടായിരുന്നു. ഈ ഐസിൽ മുക്കിയ ഒരു സോക്സ് കാലയിൽ ഇട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതിന് ഏറ്റവും സൂട്ട് കൽക്കരിയ കാർബാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വൺസ് ഇൻ എ മന്ത് കൊടുത്ത് ഹെലോഡെർമയാണ്, ലോവർ പൊട്ടൻസി, ഡെയിലി 2 ഡോസസ്. 2-3 മാസം കൊണ്ട് അയാൾ ക്ലിയറായി. ഓക്കെ, അദ്ദേഹം പണിക്ക് പോകുന്നു. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് 5 ടൈപ്പ് നമുക്കറിയാവുന്നതാണ്. IgG, IgA, IgM, IgD and IgE. ഒന്നുകൂടെ പറയാം സാറേ. IgG, I small g and big G, capital G. I capital, G small, G capital. Then IgA, IgM, IgD, IgE. IgB. IgEE. E ആണ്. E. Elephant in the E. IgG, most abundant, that's about 75%. നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ IgG വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിന്റെ അളവ് ഏതാണ്ട് 1600 ഒക്കെയാണ്. 700 to 1000 per 100 ml. അതിന്റെ ദൗത്യം ബോഡി ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ദൗത്യം കൂടിയുണ്ട്. ഈ ഒരു ഗ്ലോബുലിൻ മാത്രമാണ് മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറുന്നത്. അപ്പം കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി മദറിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു ഐറ്റത്തിൽ നിന്നാണ്, IgG. ബാക്കി 4 കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടതാണ്, ഫീറ്റസിന്റെ. Then IgA, found in saliva, intestinal fluid or intestinal secretion,
ആൻഡ് കോളസ്ട്രം കോളസ്ട്രത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ളത് കോളസ്ട്രം. അതിനെ നോർമൽ 200 per 100 ml. Then IgM. It is lowered by gluten diet. മൈദ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഓവർ ആവും. ആൻഡ് റൈസ്ഡ് ബൈ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്. അതിന് നോർമൽ 100 per 100 ml. Then IgD. അതിന്റെ റോൾ എന്താണെന്ന് ഇതുവരെ റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും ഇമ്മ്യൂൺ ദൗത്യം അത് നടത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ നോർമൽ 3 to 40 per 100 ml. Then IgE. IgE raised in bronchial asthma, hay fever, eczema, parasitic infestation, and in chronic inflammation. Normal 100 or below per 100 ml. That's all about immune mechanism or immunity. സാർ ഈ IG എങ്ങനെ അത് ശരിക്കും കൂടുന്ന നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അലർജിക്ക് IG നോക്കുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും കൂടുതൽ ഈ ബ്രോങ്കിയൽ ആസ്മയിൽ വളരെ കൂടുതൽ കാണിക്കും. എക്സിമ എന്ന് പറയുന്ന ഒരു അലർജിക് ഡിസീസാണ്. അതിലെല്ലാം കൂടുതൽ കാണിക്കും. പിന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അത് കുറയ്ക്കാൻ നമുക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് നമുക്ക് നാളെ പറയാം. അല്ല ഈ IG നമുക്ക് 3000 ഒക്കെ കുട്ടികൾക്ക് വരുന്നുണ്ട്. 3000, 3600 ഒക്കെ വരും. 3800 ഒക്കെ വന്ന കേസ് നമ്മുടെ അടുത്തു. ഒരു കൊച്ചു 10 വയസ്സുള്ള കൊച്ച്, അതും ഒരു ഡോക്ടറുടെ കുട്ടിയാണ്. സാറിന്റെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. വളരെ നല്ലൊരു ക്ലാസ് ആണ് കിട്ടിയത്. ഒന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ സമയം കളയാതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഇട്ടാലും മതി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഇത്രയും നല്ല ഒരു നമ്മള് കാര്യം ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോഴാണ് വാസ്തവത്തിൽ മനസ്സിലായത്. സാറ് പലപ്പോഴും ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകളാണ് നമുക്ക് എടുത്തു തരുന്നത്. എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫിക്കൽട്ട് കേസസ്, എക്സ്പെഷ്യലി ഓട്ടോഇമ്യൂൺ ഡിസീസ്, ക്യാൻസർ. ക്യാൻസറും ഒരു നമ്മൾ സൈക്കോട്ടിക് എന്ന് പറയുന്നത് തള്ളുമെങ്കിലും ലാസ്റ്റ് അത് സിഫിലിറ്റിക് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഡീജനറേറ്റീവ് സ്റ്റേജ് ആണ്. ഓൾമോസ്റ്റ് ഓൾ ഓർഗൻസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ശരീരം മൊത്തം രോഗഗ്രസ്തമാകുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ. ഓക്കെ, അപ്പം അത് എവിടത്തെയെല്ലാം ബാധിക്കുന്നു, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ ഒരു അവബോധം കിട്ടണമെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ എന്താണ് നമ്മൾ മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ ഓട്ടോ ഇമ്മ്യൂൺ എടുക്കുമല്ലോ അല്ലേ? അതും കൂടെ ഒന്ന് അടുത്ത ക്ലാസ്സിൽ എടുക്കണേ സാറേ. എടുക്കുമല്ലോ, ചിലപ്പോ നാളെ തന്നെ ഉണ്ടാവും. സന്തോഷം സാർ. ഈ ടോപ്പിക്ക് കണ്ടപ്പോ തന്നെ നമുക്ക് സന്തോഷമായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? പീതാംബരൻ ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ.
ഹലോ, ആ ഞാൻ കേൾക്കുന്നോ? കേക്കാം ഇമ്മ്യൂൺ കേക്കാം സാർ. സിസ്റ്റത്തിലെ ലിവറിന്റെ പങ്ക് എന്താ? എന്തോ ലിവറിന്റെ പങ്ക് എന്താ? ലിവർ ഇമ്മ്യൂൺസ് സ്പ്ലീനെക്ടമി നടത്തി കഴിഞ്ഞാൽ സ്പ്ലീനിന്റെ ദൗത്യം ലിവർ ഏറ്റെടുക്കും. ലിവറിന്റെ അത് തന്നെയാണ് പറഞ്ഞത്. സ്പ്ലിനക്ടമി കഴിഞ്ഞാൽ ഉം. അതിന്റെ ദൗത്യം ലിവർ ഏറ്റെടുക്കും, അല്ലാണ്ടൊന്നുമില്ല. അല്ലാതില്ല. ഉണ്ടല്ലോ, ആ അല്ലാതെ ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു പ്രധാന ആ, ഘടകം WC ആണല്ലോ. എന്തോ ഹലോ, കേൾക്കാമോ? കേക്കാലോ. കേക്കാം സാർ. അതിലെ ലിംഫോസൈറ്റ്സ് വേറൊരു പ്രധാന ഘടകമാണ്. അത് കൂടുതലും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 4-5 ടോൺസിൽസ് ഉണ്ട്. അല്ല, അതെ, ഞാൻ പറഞ്ഞോട്ടെ. ഈ ലിംഫോസൈറ്റ്സ് ആണല്ലോ നമ്മളുടെ ബാക്ടീരിയകളെ അല്ലെങ്കിൽ വൈറസുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനെതിരായിട്ടുള്ള ആന്റിബോഡി ഉണ്ടാക്കുന്നത്. ഒരു ഇൻഫ്ലമേറ്ററി സൈറ്റ് വരുമ്പോൾ തന്നെ ആദ്യം WC വരുന്നു, ഫാഗോസൈറ്റോസിസ് നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നീട് ലിംഫോസൈറ്റ്സ് ആണ് വരുന്നത്. ആ ലിംഫോസൈറ്റിന്റെ പ്രധാന പണി ആന്റിജനെ പ്രൊഡ്യൂസ് ചെയ്യലാണ്, അല്ലെ? ആന്റിജൻ, പറയട്ടെ സാറേ, ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വേണം. ഈ പ്രോട്ടീൻ നിർമ്മിച്ച് നൽകുന്നത് ലിവറാണ്. സി പ്രോട്ടീൻ എന്നുള്ള പ്രോട്ടീൻ നിർമ്മിച്ച് നൽകുന്നത് ലിവറാണ്. ലിവർ ഇല്ലെങ്കിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ലിവർ അസുഖമുള്ള ആളുകൾക്ക് ഈ രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു പോകും. പക്ഷെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലിവർ. ഇപ്പൊ ലിവർ ഡിസീസ് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകാനുള്ള കാരണം ഈ കോംപ്ലിമെന്ററി പ്രോട്ടീൻ അവിടെ നിർമ്മിക്കപ്പെടുന്നില്ല. അത് എല്ലാ സമയത്തും നിർമ്മിക്കുന്ന ഒരു സാധനമല്ല. ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്, ഒരു ഇൻഫെക്ഷൻ വരണ ഒരു സമയത്താണ് അത് നിർമ്മിക്കുന്നത്. ആ സമയത്തുള്ള ട്രിഗറാണ് ലിവറിന് ഈ കോംപ്ലിമെന്ററി പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള കഴിവ്. ആ കോംപ്ലിമെന്ററി പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഈ WCയിലെ ഈ ടി സെൽസിന് അല്ലെങ്കിൽ ഈ ലിംഫോസൈറ്റ്സിന് ഇത് ആന്റിബോഡി നിർമ്മിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലിവറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ഈ സിസ്റ്റത്തിലുണ്ട്. നമ്മള് പ്ലാസ്മ പ്രോട്ടീനെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്ലാസ്മ പ്രോട്ടീൻ ആരാ നിർമ്മിക്കുന്നത്? ഞാൻ പറഞ്ഞത് അത് ലിവറാ നിർമ്മിക്കുന്നത്. പ്ലാസ്മ പ്രോട്ടീൻ അല്ല ഞാൻ പറഞ്ഞത്. സി പ്രോട്ടീൻ ആണ്, കോംപ്ലിമെന്ററി പ്രോട്ടീൻ. അത് നിർമ്മിക്കുന്നത് ലിവറാണ്. ആ കോംപ്ലിമെന്ററി പ്രോട്ടീൻ അതാണ് അതിന്റെ അസംസ്കൃത വസ്തു. ഈ ആന്റിജൻ ഉണ്ടാക്കണ്ടേ, ആ ആന്റിജൻ ഉണ്ടാക്കേണ്ട അസംസ്കൃത വസ്തു നിർമ്മിച്ചു നൽകുന്നത് ലിവറാണ് സാർ. വേണമെങ്കിൽ റെഫർ ചെയ്തോളൂ. തീർച്ചയായിട്ടും. ഓക്കെ. ഈ സാർ പറഞ്ഞ പ്ലാസ്മ പ്രോട്ടീനും അതുപോലെ ലിവറിലുള്ള അല്ലേ, നമ്മുടെ ആൽബുമിൻ ഗ്ലോബുലിൻ ഒക്കെ? അല്ല, അതിന്റെ ലിവർ നിർമ്മിക്കുന്നത് കോംപ്ലിമെന്ററി പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് പ്ലാസ്മ പ്രോട്ടീൻ അത് തന്നെ ആയിരിക്കാം, അതെനിക്ക് വ്യക്തമല്ല. നന്ദി പിതാവര സാറേ. അതുപോലെ ഇന്ന് നമുക്കിനിയിപ്പം 1 മിനിറ്റ് മാത്രമാണുള്ളത്. വാസ്തവത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് നൽകിയ സാറിന് ഒരു നന്ദി പറയാമോ പിതാംബര സാറ്? ജെയിംസിന്റെ ക്ലാസ്മേറ്റ് ആണ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ. ആയിക്കോട്ടെ. വളരെ നന്നായിരുന്ന ക്ലാസ്സാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിലെ എല്ലാ ഓർഗൻസിനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതൊന്നുമില്ല. പക്ഷേ ഇതിന്റെ കാര്യം ഞാനത് എടുത്തു പറഞ്ഞു എന്നുള്ളത് കാരണം അത് ഈ നമ്മുടെ രാജ്യത്തെ എല്ലായിടത്തുള്ള ഈ ഇൻഫെക്റ്റീവ് ഡിസീസ് ഒക്കെ വരുമ്പോൾ ലിവർ ഡാമേജ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ചെയ്യാത്ത, ലിവർ പ്രവർത്തിച്ചില്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം താഴ്ന്നു പോകുന്നു. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് വരുന്ന ആളുകൾ അല്ലെങ്കിൽ മദ്യപാനികളായുള്ള ആളുകൾ അതൊക്കെ അത് താഴ്ന്നു പോകുന്നതിന് കാരണം ലിവർ എല്ലാ സമയത്തും ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നുമില്ല. അതാണ് പ്രത്യേകിച്ച് ഈ ഇൻഫ്ലമേറ്ററിന്റെ ട്രിഗർ വരുന്ന സമയത്ത് മാത്രമാണ് അത് നിർമ്മിക്കുന്നത്. ജെയിംസിന്റെ ക്ലാസ്സിന് വളരെ നന്നായിരുന്നു. വളരെ ഭംഗിയായി അത് എടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.
പീതാംബരൻ സാറേ. അതുപോലെ സാറേ ഈ ആൽബമിന് ഗ്ലോബലിൻ അതിൻ്റെ ഒക്കെ നോർമൽസും അതിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷൻസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഒന്ന് സാറേ ഞങ്ങൾക്ക് പിന്നീട് ഒരിക്കലും പറഞ്ഞു തരണം. ഇന്ന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. നമുക്ക് സമയം കഴിഞ്ഞു. അതുകൊണ്ട് സാറ് അടുത്ത പ്രാവശ്യം ഇതെല്ലാം കൂടെ ഒന്ന് പറയണേ സാറേ. അതുപോലെ ഓട്ടോ ഇമ്മ്യൂണും എല്ലാം ഒന്ന് നാളെ തന്നെ ഞങ്ങൾ സാറിൽ നിന്ന് അത് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും 1846 സൂം വെബിനാർ ഇത്രയേറെ നല്ല രീതിയിൽ നടത്തിയ ജെയിംസ് പോൾ സാറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇനി വെറും 7 ദിവസം മാത്രമാണ് നമുക്ക് 5000 ദിവസം 5 വർഷത്തിൻ്റെ സെലിബ്രേഷൻ നടക്കുവാൻ വേണ്ടിയുള്ളത്. വെറും 7 ദിവസം മാത്രമാണ്. എല്ലാവരും അതിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. നമ്മുടെ 1846 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി സാർ.